തെളിഞ്ഞത് എന്താണെന്ന് പറഞ്ഞാലും. പറയാം. താഴ്വാരത്ത് ചൂഴ്ന്നു നിൽക്കുന്ന കരിമ്പാറകളെ ഭേദിച്ച് അകത്തേക്ക് കടക്കാൻ ഒരണുപ്രപഞ്ചം, ഏതോ ആഘാതത്തിൽ അറിയാതെ വേർതിരിഞ്ഞ അണുസംഘാതങ്ങൾ കാത്തു നിൽക്കുന്നു. അതിനെ തടുത്തു നിർത്താൻ മഹാശബ്ദങ്ങളുടെ വേലിയേറ്റങ്ങൾ തന്നെ ഈ ശ്രവണന് സൃഷ്ടിക്കേണ്ടതുണ്ട്. വിഡ്ഢിത്തം. കണ്ണു കാണാത്ത ജനതയെ പറ്റിക്കാനുള്ള വിഡ്ഢിത്തം. ഏതാണ് ആ ശബ്ദം? അശരീരി. അധ്യാപകൻ കേട്ട അതേ അശരീരി. ഓഹോ, ദുർനിമിത്തത്തിന്റെ അപശബ്ദമേ. താഴ്വരയിലെ ശബ്ദശാസ്ത്രജ്ഞൻ ശ്രവണനാണ് ഞാൻ. വിഡ്ഢി, ശാസ്ത്രം സത്യമാണെന്ന് മനസ്സിലാക്കൂ. ശാസ്ത്രത്തിന് ഗ്രഹിക്കാൻ കഴിയാത്ത ഒത്തിരി സത്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ശാസ്ത്രം എല്ലാത്തിന്റെയും അവസാന വാക്ക് അല്ല. ജന്മാന്തരങ്ങൾ, പുണ്യപാപ സഞ്ചയങ്ങളുടെ കർമ്മഫലങ്ങൾ, മനസ്സ്, ഇതിന്റെയൊന്നും അർത്ഥവും ആഴവും കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ശാസ്ത്രത്തിന്റെ അർത്ഥശൂന്യത ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങളുടെ പരീക്ഷണ നാളിയിലൂടെ കടന്ന് പ്രതിധ്വനിച്ച ശബ്ദം എന്താണെന്നറിയാമോ? അതൊരു കിളി ചിലച്ച ശബ്ദമാണ്. വിശ്വസിക്കരുത്, ഈ അശരീരിയെ വിശ്വസിക്കരുത്. ശാസ്ത്രമാണ് സത്യം. താഴ്വരയെ ആക്രമിക്കാൻ എടുക്കുന്ന അനുഗ്രഹത്തെയാണ് ശബ്ദങ്ങൾ കൊണ്ട് ഞാൻ പരീക്ഷിച്ചറിഞ്ഞത്. രക്ഷക്ക് താഴ്വരയെ മഹാശബ്ദങ്ങളുടെ കവചമണിയിക്കാൻ രാജാവിനോട് പറയാം. വരൂ. അവനെ പിടിക്കാൻ നമ്മുടെ സേനാപതിക്കും ആയുധങ്ങൾക്കും എന്തുകൊണ്ട് കഴിയുന്നില്ല? ശബ്ദത്തിന്റെ വലയത്തിൽ അവനെ പിടുത്താൻ കഴിയില്ല. അവനേതോ മായാവിയാണ്. കർമ്മിയില്ലേ? ഉണ്ട്. ഒന്ന് ഗണിച്ചു പറയൂ. ശബ്ദദേവത കോപിച്ചിരിക്കുന്നു. ദേവതയ്ക്ക് രക്തദാഹം ഏറി. അവളുടെ ദാഹം തീർക്കുന്ന കാര്യം രാജാവ് മറന്നു. അതാണ് ദുർനിമിത്തങ്ങളുടെ ആരവം. ഇത് ശാസ്ത്രയുഗമാണ്. ശബ്ദ പരീക്ഷണങ്ങളിലൂടെ ഭൂമിയെ രക്ഷിക്കാനുള്ള ഒരു കവചം ഞാൻ ഉണ്ടാക്കിയെടുക്കാം. കഴിഞ്ഞ ആഷാഢത്തിൽ മഞ്ഞുമലകൾ ഉരുണ്ട് താഴ്വാരത്തിലേക്ക് പ്രവഹിച്ചപ്പോൾ നാം അതിനെ പ്രതിരോധിച്ചത് നരബലി കൊണ്ടായിരുന്നില്ലേ? ഇതിനും പ്രതിവിധി നരബലി. കാരുണ്യത്തിന്റെ നിറകുടമായ ഒരു യുവാവിന്റെ രക്തം. അങ്ങനെ ഒരു യുവാവിനെ കണ്ടെത്താൻ നാം ഉത്തരവിടുന്നു. ങ്ങൾക്ക് മുമ്പിൽ പിതാവ് പോലും എനിക്ക് പ്രശ്നമല്ല. ശബ്ദദേവതയ്ക്ക് ബലി കൊടുക്കാൻ ലക്ഷണമൊത്ത പുരുഷനെ തെരഞ്ഞെടുത്തു. അതിലെന്താ തെറ്റ്? ലക്ഷണമൊത്ത പുരുഷൻ സോദരി സ്നേഹിച്ച യുവാവാകുമ്പോഴാണ് രാജാവ് സ്വാർത്ഥനാവുന്നത്. വേണ്ട മോനെ, ഈ നരബലി വേണ്ട. ഈ മണ്ണിൽ നിരപരാധികളുടെ രക്തം ഇനി ഒഴുക്കരുത്. പ്രജകളുടെ കണ്ണുനീരിന്റെ ചൂടിൽ കിരീടവും ചെങ്കോലും കത്തിയേരിയും. നിന്റെ അവിവേകങ്ങൾക്ക് കാലം നിന്നോട് കണക്ക് ചോദിക്കും. നിർത്ത്. തളർന്ന വൃദ്ധനാവിന്റെ രാജധർമ്മം വിജയന്തൻ ആവശ്യമില്ല. എന്താണാവോ അരുളപ്പാട്? മൗലി, നീ പുണ്യവാനാണ്. താഴ്വരയെ കാത്തു സൂക്ഷിക്കുന്ന ശബ്ദദേവതകൾ നിന്റെ പ്രിയപ്പെട്ട മകനെ ആവശ്യപ്പെടുന്നു. ദേശത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരു വ്യക്തിക്ക് കിട്ടുന്ന അപൂർവ അവസരം. യജമാനനെ മറ്റെന്ത് വേണമെങ്കിലും ചോദിക്കൂ, ഇവനെ മാത്രം കൊണ്ടുപോകരുതേ. ബലിപുരുഷൻ ഇന്നു മുതൽ ദേശത്തിന്റെ സ്വത്താണ്. അവന്റെ മേൽ ഇനി നിങ്ങൾക്ക് അവകാശമില്ല. അനുസരിച്ചില്ലെങ്കിൽ ശബ്ദപര ദേവതകളുടെ ശാപം ഈ ഭൂമിയിൽ വീഴും. പിന്നെ നീയും നിന്റെ ഗോത്രവും രക്ഷപ്പെടില്ല. മകനെ, ബലിപുരുഷ, നീ ഞങ്ങളോടൊപ്പം വരൂ.
സേനാധിപ അവന്റെയും അവൻ രക്ഷിച്ച രമണകന്റെയും അവർക്ക് അഭയം കൊടുത്ത നീച ഗോത്രത്തിന്റെയും തലകൾ എനിക്ക് വേണം. ഈ പഴത്തിന്റെ ചാറ് കുഞ്ഞിന് ഇലാമപ്പഴത്തിന്റെ ചാറ് കൊടുത്തില്ലെങ്കിൽ പിറക്കുന്ന കുട്ടികൾക്ക് ഉയിര് വെക്കില്ല. സിദ്ധൌഷധം. ഒരു കാലത്ത് ഇവിടെ ജനിച്ചു വീഴുന്ന ശിശുക്കൾക്ക് ആയുസ് ഒരു നാൾ മാത്രമായിരുന്നു. തലമുറകൾ സന്തതിയേറ്റു പോകുന്നതിൽ മനം നൊന്ത് ഞങ്ങൾ പാറകളുടെ ദേവതയെ പ്രാർത്ഥിച്ചു. ദേവത പ്രത്യക്ഷപ്പെട്ട് ഏതോ വിത്ത് വാരിയെറിഞ്ഞു. മഴയും വെയിലും കുളിരും കാറ്റും പോറ്റിയ വിത്തുകൾ മാമരമായി. മരം പൂത്തു കായ്ച്ചപ്പോൾ ദേവിയുടെ അരുളപ്പാട് അനുഗ്രഹമായി. അന്നു തൊട്ട് താഴ്വാരത്തെ ശിശുക്കൾ മരിക്കാതായി. അത്ഭുതസിദ്ധിയുള്ള ഈ പഴമാണ് ഞങ്ങളുടെ ജീവന്റെ രഹസ്യം. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ കൊതി തോന്നും. പക്ഷേ വിത്ത് കഴിക്കരുത്. കൊടിയ വിഷമാണ്. മരണം നിശ്ചയം. എന്നെ ശിക്ഷിക്കരുത്. എന്റെ കണ്ണുകൾ ഇരട്ടുകയായിരുന്നു. എനിക്ക് ഈശ്വര എനിക്ക് എന്റെ പഴവാരി കഴിക്കരുത്. നിങ്ങളുടെ അന്ധതയുടെ കാരണം ഇലാമ പഴമാണ്. ഇലാമ പഴവാരി കഴിക്കരുത്. നിങ്ങളുടെ അന്ധതയുടെ കാരണം ഇലാമ പഴമാണ്. അതാരും കഴിക്കരുത്. അത് വിട്ട് അന്ധതയുടെ ഈ താഴ്വരയിൽ എന്നെ തളയ്ക്കരുത്.
ഇലാമ പഴം ആരും കഴിക്കരുത്. അത് കഴിച്ചാണ് നിങ്ങൾ അച്ഛനായത്. ഈ മണ്ണിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തിയ നിനക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? കാഴ്ചയുടെ ഭാഗ്യവുമായി ഈ താഴ്വരയിലെത്തിയവനാണ് ഞാൻ. അന്ധതയുടെ കാരണം ഇലാമ മരത്തിന്റെ പഴമാണെന്ന സത്യം ഞാൻ വിളിച്ചു പറഞ്ഞു. നിർത്ത്. താഴ്വാരത്തിന് അതിൻ്റെതായ സത്യങ്ങളുണ്ട്. സേനാധിപ, നാം ഈ അവിശ്വാസിക്ക് വധശിക്ഷ വിധിക്കുന്നു. വിശിഷ്ട ഫലത്തിന്റെ പവിത്രതയെ തള്ളിപ്പറഞ്ഞതിന് വിശേഷപ്പെട്ട മരണം. ഇന്നോളം ആർക്കും നൽകിയിട്ടില്ലാത്ത ശിക്ഷ. ഇലാമ പഴത്തിന്റെ വിഷവിത്ത് ഇവന് മൃത്യുവിനുള്ള ഔഷധം. രഘുരാമനെ ഇലാമ പഴത്തിന്റെ കുരുവെടുത്ത് കൊന്നു. രഘുരാമ, രഘുരാമ.